ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഡിഫൻസിലായിരുന്നു സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം എൻ്റെ കൂടെ ഒരു മറാഠി പയ്യൻ ശേഖർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ വൈഫിൻ്റെ പേര് തനൂജയാണ്. ഒരു മോനുണ്ടായിരുന്നു. ആ പയ്യൻ പ്രീമേച്ചർ വാങ്ങിച്ച് അങ്ങ് മഹാരാഷ്ട്രയിൽ സെറ്റിലായി. അവിടെ പോയി എന്തോ ബിസിനസ് തുടങ്ങി. കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. എൻ്റെ പെങ്ങളിനെ കല്യാണത്തിന് വിളിച്ചപ്പോൾ ഞാൻ കല്യാണത്തിനും പോയിരുന്നു. അവരുടെ നാട് മഹാരാഷ്ട്രയിൽ കേഡ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ അവർ പൂനെയിൽ ഒരു നല്ല സൊസൈറ്റിയിൽ ഒരു വീടൊക്കെ വാങ്ങിച്ചു. അവിടെ സെറ്റിലായി. മോനിപ്പോൾ M.Tech പഠിക്കുന്നു. പയ്യൻ പഠിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് ശേഖറിൻ്റെ സ്റ്റാറ്റസിൽ തനൂജയുടെ ഫോട്ടോ ഇട്ടിട്ട് മറാഠിയിൽ എന്തോ എഴുതിയിരുന്നു. എനിക്കത് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു എന്തോ അവനുള്ള ബർത്ത്ഡേയോ എന്തോ ആയിരിക്കുമെന്ന്. സെയിം മെസ്സേജ് സെക്കൻഡ് ഡേ ഇട്ടിരുന്നു. പക്ഷേ അതിലെഴുതിയിരുന്നു മൃത്യു 16/4/2025. ഞങ്ങൾക്കങ്ങ് ഷോക്കായിപ്പോയി. ഞാൻ ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കുന്നു, ഫോൺ ചെയ്ത് ചോദിക്കുന്നു, ശേഖർ എന്ത് പറ്റി. പക്ഷേ ശേഖർ സംസാരിച്ചില്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം മെസ്സേജ് ഇട്ട്, അമ്മ ഐ വിൽ കോൾ യു ലേറ്റർ എന്ന്. പക്ഷെ ഞങ്ങൾക്ക് മാറിയില്ല. ആ കൊച്ചിന്, ആ പെണ്ണിൻ്റെ പ്രായം ഒരു 43 വയസ്സേ ഉള്ളു. ഞാൻ കൊച്ചിൻ്റെ ഫോട്ടോ ഇട്ട് തരാം. പിന്നെ അങ്ങനെ ശേഖർ ഇന്നലെ വിളിച്ചു. അന്നേരം ഭയങ്കര കരച്ചിൽ. ഞാൻ പറഞ്ഞു എന്ത് പറ്റി ശേഖർ, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം തന്നു ഇങ്ങനെ ഹാർട്ട് അറ്റാക്കായി. ഹാർട്ട് അറ്റാക്കായി എങ്ങനെ? അന്ന് 16-ാം തീയതി എനിക്ക് ടിഫിനൊക്കെ കെട്ടി 10:45 ലിഫ്റ്റിൻ്റെ അടുത്ത് വന്ന് എനിക്ക് ബായും പറഞ്ഞ് ഞാൻ ഓഫീസിലും പോയി. അവൾ വീട്ടിലോട്ടും കയറി. അങ്ങനെ ഇപ്പം പതിവുണ്ടല്ലോ, ഭർത്താവിൻ്റെ അടുത്തൊരു താക്കോല്, ഭാര്യയുടെ അടുത്തൊരു താക്കോല്. അങ്ങനെ ഇവൻ ഓഫീസിൽ പോയി ജോലിയൊക്കെ ചെയ്ത് ഇടയ്ക്ക് ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുത്തില്ലെന്ന്. അവൻ വിചാരിച്ച അവൾ ചിലപ്പം ബിസി ആയിരിക്കും, അതെന്നും പറഞ്ഞ്. പിന്നെ അവൻ 5 മണിക്ക് വീട്ടിൽ വന്നപ്പം കതവ് തുറന്ന് നോക്കിയപ്പം തനൂജ മരിച്ച നിലയിൽ കിടക്കുന്നു. അവൻ പിന്നെ കഷ്ടം കരഞ്ഞ് എല്ലാവരെയും അടുത്തുള്ളവരെയൊക്കെ വിളിപ്പിച്ച് നോക്കിയപ്പം ഡോക്ടറെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരു 3 മണിക്കൂർ മുമ്പേ സിവിയർ ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ ആ കൊച്ച് മരിച്ച്. ആരുമില്ലാതെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ആരുമില്ലാതെ ആ കൊച്ച് അവിടെ കിടന്ന് മരിച്ചു. പക്ഷെ നല്ല സ്നേഹമുള്ളൊരു കൊച്ചായിരുന്നു ആ കൊച്ച്. ഭയങ്കര സ്നേഹം ആ കൊച്ചിന്. പിന്നെ അങ്ങനെ എല്ലാവരെയും വിളിപ്പിച്ച് അന്നേരം അവൻ ഇന്നലെ പറയുന്നത്, അമ്മ ഇപ്പം എനിക്കും അവൻ്റെ ശ്രേഷ്ഠൻ ഞങ്ങൾക്ക് ആരുമില്ല, ആരുമില്ലാതെ അവൾ പോയത്. ശ്രേഷ്ഠൻ്റെ കല്യാണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ഭയങ്കര സ്വപ്നം കണ്ടവളാണ് എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് കൂട്ടുകാരെ, മനുഷ്യരുടെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഉള്ള സമയം നോക്കി അവരോട് എക്സസൈസ് ചെയ്യാൻ നോക്ക്. അടുത്തുള്ളവരായിട്ട് മിണ്ടി സംസാരിച്ച് ഒക്കെ ഇരിക്കൂ. ഞാൻ അതേ പറയാനുള്ളൂ. ഇത് കേട്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി, ഷെയർ ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ എടുത്തത്.